നമുക്കിന്ന് രാവിലെ ഒരു ആലു പൊറോട്ട ഉണ്ടാക്കാം. നമുക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. 1 കപ്പ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്രയും വെള്ളം വേണ്ട, ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കണം. അല്പം കൂടെ, ഒത്തിരി കട്ടിയാണ്ട, എന്നാലും ചപ്പാത്തിയിൽ അത്രയും ലൂസാവണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിക്കല്ലേ. ഞാൻ ഈ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി നെയ്യ് അല്ലെങ്കിൽ ഇച്ചിരി ഓയിലോ പുരട്ടി ഒന്ന് മൂടി വെക്കാം. ഞാനൊരു വെജിറ്റബിൾ റാപ്പർ എടുത്ത് ഒന്ന് മൂടി വെക്കുവാണ്. ചപ്പാത്തി മാവ് അതിനകത്താക്കി ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10-20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ആലു പൊറോട്ടയ്ക്ക് വേണ്ട പ്രധാന ചേരുവ ആലു എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ. അത് നമുക്ക് ഞാനൊരു മീഡിയം ടൈപ്പ് 4 പൊട്ടറ്റോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുക്കറിലിട്ട് 4 വിസിലടിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആ പൊട്ടറ്റോയിൽ ചേർക്കാനായിട്ട് ഒരു ഇത്രയുള്ള സവോള, ഇത്രയ്ക്ക് വലിപ്പമേ ഉള്ളൂ, സവോള എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് പീസിൽ ഇഞ്ചി, 1 ഇഞ്ച് തികച്ചില്ല, എരിവനുസരിച്ചെടുത്തോ. ഇഞ്ചി, 2 പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പറിലിട്ട്, അല്ലെങ്കിൽ കൈ കൊണ്ടരിഞ്ഞാലും മതി. നമുക്ക് സവോളയുടെ ഈ സാധനം ഒന്ന് കളയണേ, അതിൻ്റെ കയ്പ്പ് രസം വരുമല്ലോ. ഞാൻ ഞെട്ട് ഭാഗത്ത് ഇതൊന്ന് കളഞ്ഞേക്കാം. നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ആ സവോളയൊക്കെ ഇത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ടരിഞ്ഞാലും മതി, ചോപ്പറിലിടണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ചോപ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലിട്ട് അരിഞ്ഞേ ഉള്ളൂ. നമ്മുടെ പൊട്ടറ്റോയും വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തുറക്കാം. നമ്മുടെ പൊട്ടറ്റോ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അടച്ചെടുക്കാം. മാഷർ വെച്ചെടുത്താലും മതി. ഇതിപ്പോൾ മാഷറിൻ്റെ ആവശ്യമില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് ഉടയ്ക്കുന്നത്. നമുക്കിതിലേക്ക് ആ സവോളയൊക്കെ അരിഞ്ഞ് അതിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ആംചൂർ പൗഡർ ഇട്ട് കൊടുക്കാം. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മാങ്ങാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ട ടേസ്റ്റാണ്. പിന്നെ നമുക്കതിലേക്ക് ഇത് മല്ലിയില ഇച്ചിരി കൂടുതൽ തന്നെ വേണം ഇതിനെ, ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് 1 ടീസ്പൂൺ മുളക് പൊടി. കിഴങ്ങിന് ഉപ്പിടാതെയല്ലേ പുഴുങ്ങിയത്, അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ആലു പൊറോട്ടയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കൂട്ടാം, കഴിക്കാൻ സൈഡ് ഡിഷ് വേണ്ടേ, അപ്പം നമുക്കത് ഉണ്ടാക്കാം. മെയിനായിട്ട് ഞാൻ ഇത് തേങ്ങ പൂളിയിട്ട് ഇതിലിട്ട് അടിച്ചതാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങ കാണും. ഇതിലേക്ക് ഇത് ഇത്രയ്ക്ക് മല്ലിയില ഇട്ടു. അതൊക്കെ ആവശ്യം പോലെ ഇടാം കേട്ടോ, മല്ലിയിലേക്ക്. കുറച്ച് പുതിന, ഇത്തിരി ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി അല്ലി. നമ്മുടെ മല്ലി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കാം കേട്ടോ. അന്നേരം ഇച്ചിരി നാരങ്ങാ നീരോ തൈരോ ചേർക്കണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ തൈരാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ ഉള്ളതുകൊണ്ട് നാരങ്ങാ നീര് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ തൈരാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. കൂട്ടത്തിലൊരു റൈത്തയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൈര് മാത്രമാണെങ്കിലും നല്ലതാണ്. തൈര് മാത്രം ഇച്ചിരി ഉപ്പ് ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും നല്ലതാണ്. ഇതിൽ കുക്കമ്പറും ഓണിയനും മല്ലിയിലയും മാത്രം ഇട്ടിട്ടുള്ള, വേറെ ഒന്നും ഇട്ടിട്ടില്ല. തൈര് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്ന് പരത്തിയെടുക്കാം. ഇത് പൊടി മുക്കിയാണ് ഞാൻ പരത്തുന്നത്. ചിലർ നെയ്യ് പുരട്ടിയിട്ടോ ഓയിൽ പുരട്ടിയിട്ടോ ഒക്കെ, നെയ്യാണ് ഇതിന് കോമ്പിനേഷൻ, പുരട്ടിയിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് പുരട്ടി ഉണ്ടാക്കുന്നത്, നെയ്യൊന്നും പുരട്ടുന്നില്ല. ഇത് ഇച്ചിരി ഓയിലും കൂടെ ആയിരിക്കും, കാരണം ഇത് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലപോലെ നെയ്യ് പുരട്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ കട്ടിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കും. നമുക്ക് നന്നാക്കി കൊടുത്തിട്ട് ഇനി പൊടി മുക്കിയിട്ട് പരത്തിയെടുക്കാം. അത് ഇച്ചിരി പൊട്ടി പുറത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ പുറത്ത് വരും, അത് കുഴപ്പമൊന്നുമില്ല. വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ചപ്പാത്തിയൊക്കെ ഇത്തിരി കൂടെ കനം ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ പൊറോട്ട പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ആലു പൊറോട്ട ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എത്ര സോഫ്റ്റാന്ന് നോക്ക്.
നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആലു പൊറോട്ടയിലൂടെ ഒരു റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മല്ലി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാത്തിലും ഞാൻ സൂപ്പറാന്ന് പറയും, പറയുമല്ല സൂപ്പറാ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.